തമ്പനിയിൽ നിങ്ങൾ കണ്ട പോലെ മക്കളെ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ് ശ്രദ്ധിച്ച് കേട്ടോട്ടോ. 2 മാർക്ക് ചുമ്മാ കളയാൻ നിൽക്കണ്ട കേട്ടോ, ചുമ്മാ കളയരുത്. ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ കുടുങ്ങി പോകരുത്. അപ്പോൾ എങ്ങനെയാണ് സാർ അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ്സ്? നോക്കൂ ചോദ്യങ്ങൾ. ദ ആറ്റിക് എന്ന് പറയുന്നതിൽ എന്താണ് അഡ്ജക്റ്റീവ് ആൻഡ് ആഡ്വർബ്? ആദ്യം നോക്കൂ. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോട്ടോ, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാട്ടോ, വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ? വിശേഷിപ്പിക്കുന്നത് കേട്ടോ, ക്ലിയർ? എന്താണ് ഒരു നൗണ്? ഫോർ എക്സാമ്പിൾ അല്ലേ, വനജ എന്ന് പറയുന്ന ഒരു പെണ്ണ്, അതൊരു പെണ്ണിന്റെ പേരല്ലേ? അവളെ വിശേഷിപ്പിക്കുക എന്താണ് പറയാ? വനജ ഈസ് ബ്യൂട്ടിഫുൾ എന്നാ പറയാ. എന്താ പറയാ? ബ്യൂട്ടിഫുൾ. അതാണ് അവളെ വിശേഷിപ്പിച്ചത് എന്ന്. എന്നാ വനജ ശ്രദ്ധിച്ച് കേട്ടോളൂ. വനജ റാൻ, വനജ ഓടി. എങ്ങനെ ഓടിയത് പറ? ക്യുക്കാണോ ക്യുക്കിലി എന്നാണോ പറയാ? ക്യുക്കിലി. ആ വെർബിനെ വിശേഷിപ്പിച്ചതാണ് എന്ത് പറ? അപ്പൊ ക്യുക്ക് എന്ന് പറയാൻ പറ്റില്ല, ക്യുക്കിലി എന്ന് പറയേണ്ടി വരുന്നത്. അതാണ് വെർബിനെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? വെർബിനെ വിശേഷിപ്പിക്കുന്നത് നമ്മൾ ആഡ്വർബ് എന്ന് പറയാം. എന്തെന്ന് പറയാം? ആഡ്വർബ്. വെർബിനെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. അഡ്ജക്റ്റീവ് പറഞ്ഞാൽ നൗണിനെ വിശേഷിപ്പിക്കുന്നത്, ആഡ്വർബ് പറഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിക്കുന്നത്. വിശേഷിപ്പിക്കുന്നത്. എക്സാമ്പിളൂടെ ഞാൻ കാണിച്ചു തരാം. നോക്കൂ, എക്സാമ്പിളൂടെ നോക്കൂ. ഹി ത്രൂ, അല്ലെങ്കിൽ ഹി ത്രൂ, അവൻ എറിഞ്ഞു. എങ്ങനെ പറ? സ്ട്രോങ് ആണോ സ്ട്രോങ്ലി എന്നാണോ പറ? ഹി ത്രൂ, അവൻ എറിഞ്ഞു. എങ്ങനെ പറ? സ്ട്രോങ്ലി, ശക്തമായിട്ടാണ് എന്ത് ചെയ്ത് അവൻ എറിഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ത്രൂ എന്ന് പറയുന്നത് വെർബിനെ വിശേഷിപ്പിച്ചാണ് എന്ത് പറ? പിന്നെ സ്ട്രോങ്ലി എന്ന് പറയുന്നത്. ഈ ത്രൂ, അവൻ എറിഞ്ഞു. എങ്ങനെ പറ? സ്ട്രോങ് എറിഞ്ഞു എന്നല്ല, എങ്ങനെ എറിഞ്ഞു പറ? സ്ട്രോങ്ലി എറിഞ്ഞു എന്നാണ്. അപ്പൊ ചോദ്യം നോക്കാം. ദ ആറ്റിക് വാസ്, ആറ്റിക് ആയിരുന്നു അല്ലേ? ഡാർക്ക്ലി ആൻഡ് കൂൾ ആണോ? അല്ല. ആറ്റിക് എന്തായിരുന്നു? നൗൺ അല്ലേ? അതിനെ വിശേഷിപ്പിച്ചു. അപ്പൊ ദ ആറ്റിക് വാസ് പറ ഡാർക്ക്. ക്ലിയർ അല്ലേ? ഇത് നോക്കിക്കോളൂ. സ്പിൽമാൻ പ്ലേഡ് ദ പിയാനോ. സ്പിൽമാൻ എന്ത് ചെയ്തു? പിയാനോ പ്ലേ ചെയ്തു അല്ലേ? അപ്പൊ വെർബിനെ വിശേഷിപ്പിച്ചു. എങ്ങനെ പറ? ബ്യൂട്ടിഫുൾ ആണോ? അല്ല. എങ്ങനെ വന്ന് പറ? ബ്യൂട്ടിഫുള്ളി. ഉത്തരം ഏതാ വന്ന് പറ? ബ്യൂട്ടിഫുള്ളി. അങ്ങനെയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, നമുക്ക് ചെയ്തു നോക്കാം കേട്ടോ. ശ്രദ്ധിക്കണേ. ജോൺ വാസ് ഡാഷ് ലേണർ. ക്യുക്ക് ഉണ്ട്, നെർവസ് ഉണ്ട്, പെർഫെക്റ്റ് ഉണ്ട്, കെയർഫുൾ ഉണ്ട്, ഹാപ്പി ഉണ്ട്. ഏതാ ഉത്തരം കൊടുക്കുക പറ? ദ ജോൺ വാസ് ഡാഷ് ലേണർ. ക്യുക്ക് അല്ലേ? ഏതാണ് പറ? ക്യുക്ക് ലേണർ. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം വന്ന മക്കളെ പറ? ക്യുക്ക് ലേണർ. ക്ലിയർ അല്ലേ? ക്യുക്ക് ലേണർ ആയിരുന്നു. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഈ ജോണിനെ വിശേഷിപ്പിച്ച കേട്ടോ. അവിടെ ക്യുക്കിലി എന്നുണ്ടെങ്കിൽ എഴുതരുത്, ക്യുക്ക് ലേണർ ആണ് എന്ന്. ആൻഡ് ഈ ക്യുക്കിലി കണ്ട, അവൻ വേഗത്തിൽ ഗ്രാസ്പ്ഡ് എന്ത് നേടിയെടുത്തു? ദ കോൺസെപ്റ്റ്സ് അല്ലേ? ദ ഷെഫ് ഡാഷ് പ്രിപ്പയർഡ്. കണ്ട, ദ ഷെഫ് അവിടെ ബി കൊടുത്തിട്ടുണ്ട്. പ്രിപ്പയർഡ്. എന്ത് പ്രിപ്പയർഡ് പറ? നെർവസ് പ്രിപ്പയർഡ് ആണോ? പെർഫെക്റ്റ് പ്രിപ്പയർഡ് ആണോ? കെയർഫുൾ പ്രിപ്പയർഡ് ആണോ? ഹാപ്പി പ്രിപ്പയർഡ് ആണോ? പറ. പെർഫെക്റ്റ് പ്രിപ്പയർഡ് അല്ലല്ലോ, പക്ഷെ ഇവിടെ കൊടുക്കാൻ പറ്റും കെയർഫുൾ. കെയർഫുൾ പ്രിപ്പയർഡ് എന്ന് പറയാൻ പറ്റൂല. അപ്പോൾ ഉത്തരം എന്താ വരിക? ബിക്ക് പറ കെയർഫുള്ളി. എന്താ വന്ന് പറ? കെയർഫുള്ളി പ്രിപ്പയർഡ്. അങ്ങനെ വരിക കേട്ടോ. ഇതാണ് ബിൻ്റെ ഉത്തരം, കെയർഫുള്ളി പ്രിപ്പയർഡ്. ദ ഡെലീഷ്യസ് അല്ലേ, ഡെലീഷ്യസ് ഡിഷ് യൂസിങ് ഉപയോഗിച്ചുകൊണ്ട്. ക്യുക്ക് മെഷർമെൻറ്റ് എന്നാണോ? നെർവസ് മെഷർമെൻ്റ് ആണോ? പെർഫെക്റ്റ് മെഷർമെൻ്റ് ആണോ? അപ്പോൾ ഉത്തരം കിട്ടിയതാണ് പറ പെർഫെക്റ്റ് മെഷർമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്താ ഉത്തരം വന്നത് മക്കളെ പറ? പെർഫെക്റ്റ് മെഷർമെൻറ്റ് എന്നാണ് വന്നത് കേട്ടോ. ദ ഡാഷ് സമ്മർ. അപ്പം നമ്മളിവിടെ കെയർഫുൾ ഉപയോഗിച്ചു, പിന്നെ പെർഫെക്റ്റ് ഉപയോഗിച്ചു, ക്യുക്ക് ഉപയോഗിച്ചു അല്ലേ? പിന്നെ നമുക്ക് നെർവസ് ഉണ്ട്, ഹാപ്പി ഉണ്ട്. അപ്പോൾ ഡാഷ് സമ്മർ. എന്ത് സമ്മറാണ് പറ? ഹാപ്പി സമ്മർ. ഇവിടെ എന്താ ഉത്തരം വന്നത് പറ? ഹാപ്പി. അപ്പോൾ ദ ഹാപ്പി സമ്മർ. ഉത്തരം കഴിഞ്ഞു. ഇത്ര എഴുതി വെക്കുന്ന സമയത്ത് 2 മാർക്ക്, അര മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ അഡ്ജക്റ്റീവിന്റെ ചോദ്യങ്ങൾ ഉണ്ടാവല്. 2 മാർക്ക് വെറുതെ കളയണ്ടല്ലോ, പഠിക്കുക, സെറ്റാക്കുക. ഇന്ന് കൃത്യം എയറിന്റെ ലൈവിലേക്ക് വരട്ടോ. ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് അവിടെ വെച്ച് കാണാം. ബൈ.